അപ്പോൾ ചൈനയിലെ ഒരു നൈറ്റ് മാർക്കറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടുത്തെ ഫുഡിൻ്റെ വെറൈറ്റിയാണ് നമ്മൾ കാണുന്നത്. ആമ ഫ്രൈ ആണ് ഈ കാണുന്നത്. ആമേനെ ഫുള്ളായിട്ട് എണ്ണയിലിട്ട് വറുത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കാണുന്നത് കോഴിയുടെയൊക്കെ ഓരോ കാര്യങ്ങളാണ്. കഴുത്ത്, പിന്നെ എന്താണ് അതിൻ്റെ ഈ കരൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് സൈഡിൽ കാണുന്നത്. പിന്നെ ഇത് കാണുന്നത് മീനാണ്. മീന്, പിന്നെ പല ടൈപ്പ് മീനുകൾ, പല ടൈപ്പ് ഇറച്ചി, അതായത് ബീഫ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ചുടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുക. നമുക്കത് സെലക്ട് ചെയ്ത് കൊടുത്ത് ചുടാം. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചിക്കൻ്റെ ഓരോ കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ചിക്കനുണ്ട്, ബീഫ്. ഇതാണ് ആ മാർക്കറ്റിൻ്റെ ആ ഒരു വലിപ്പം എന്ന് കാണുന്നത്. അതായത് ഏകദേശം ഒരു 10,000 കടയ്ക്ക് മേളിൽ ഈ മാർക്കറ്റിലുണ്ട്. ഈ ഒരു സൈഡിൽ ഫുഡ് മാർക്കറ്റും മറ്റൊരു സൈഡിൽ മറ്റ് സാധനങ്ങൾ, ഇപ്പം മൊബൈൽ ആക്സസറീസ്, പിന്നെ ഡ്രസ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്ന മാർക്കറ്റാണ് അടുത്തത്. ഒരു സൈഡിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ട് മറ്റൊരു സൈഡിൽ ഇരുന്ന് കഴിക്കാനുള്ളൊരു സ്ഥലമൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ചൈനീസ് ചെറുപ്പക്കാരൊക്കെ ഇത് മേടിച്ച് കഴിക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ആടിനെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഫുൾ ആടിൻ്റെ എല്ലാ ഭാഗവും ഇവിടെ ഉണ്ട്. തലയൊക്കെ അതേപോലെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ എല്ല്, പല ടൈപ്പ് എല്ല്, വാരിയെല്ലുകൾ, അല്ലാതെ കാലിൻ്റെ എല്ല് ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ബാക്കി സാധനങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിയുടെ കാല്, പിന്നെ എന്താണ് കോഴിയുടെ കാലാണ് ഇവരുടെ മെയിൻ വിഭവം. അതെങ്ങനെ കഴിക്കുന്നു എന്നറിയത്തില്ല, നമ്മളെടുത്ത് കളയുന്ന സാധനങ്ങളാണ്. പിന്നെ കക്ക, പിന്നെ ഷെല്ല്, കൊഞ്ച്, കൂന്തൽ എന്നൊക്കെ പറയത്തില്ലേ അത്, പിന്നെ കല്ലുമ്മക്കായ് എന്ന് പറയുന്ന സാധനം, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അതുകൊണ്ട് ഷെല്ലിനകത്ത് തന്നെ പല സാധനങ്ങൾ ഇങ്ങനെ ചേർത്ത് അവരത് വേറൊരു ഡിഷായിട്ട് പ്രിപ്പയർ ചെയ്യും. ഇവനാണ് കഥാനായകൻ. എന്താണെന്ന് വെച്ചാൽ തേള്, പാമ്പ്, പിന്നെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പാറ്റ, അങ്ങനെയുള്ള സാധനങ്ങൾ. ഈ താഴെ ഇരിക്കുന്നത് ഒന്നാന്തരം തവള. എന്താ പറയുക, ഇതെങ്ങനെ കഴിക്കും? തവളയാണ് അവർ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പല ടൈപ്പ് വണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിരിക്കുന്നതാണ് എലി. എൻ്റെ അമ്മേ, കണ്ടാൽ നമുക്ക് അടുത്തോട്ട് പോകാൻ തോന്നത്തില്ല, അത്രയ്ക്ക് വെറൈറ്റിയാണ് സാധനം. എലീനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മലർത്തി വെച്ചിരിക്കുക. പിന്നെ മുതലയുടെ ഇത് ഒറിജിനൽ മുതലയല്ല ഇരിക്കുന്നത്, പക്ഷെ മുതലയുടെ ഇറച്ചി ഇവിടെ ഉണ്ട്. അത് ചോദിച്ചാൽ അവർ തരും. പിന്നെ അടിയിൽ മറ്റേ എന്താണ് സ്റ്റാർ ഫിഷ് എന്നൊക്കെ പറയുന്ന സാധനം, ബീഫ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നിരത്തി. ഇതൊക്കെ ആളുകൾ മേടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതെന്നുമുള്ള കടകളാണ്. ഈ എല്ലാം നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നത് അവർക്ക് അത്ര താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലും കിട്ടുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇത് കഴുത്തൊന്നും നമ്മളങ്ങനെ കൂടുതലായിട്ട് എടുക്കത്തില്ല, പക്ഷേ ഇവരൊക്കെ കഴുത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസാണ്. പിന്നെ ഇതിങ്ങനെ ഒരെണ്ണം പ്രിപ്പയർ ചെയ്യുന്നതായി കാണുന്നത്. അത് നമ്മുടെ എന്താണ് പറയുക, സ്റ്റാർ ഫിഷ് പോലത്തെ ഒരു സാധനമാണത്. ഷെല്ലൊരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട് എനിക്ക്. ഈ ഷെല്ലിനകത്ത് ഭയങ്കര പ്രിപ്പറേഷനാണ്. ഇവർ എന്തൊക്കെയോ ഇടും കണ്ടോ, എന്തൊക്കെയോ ഷെല്ലിൽ ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് കുറേ റൈസോ എന്തൊക്കെയോ ചേർക്കുന്നുണ്ട്. അതൊക്കെ ചേർത്തിട്ട് ഒരു വേറെ ഡിഷായിട്ട് ഇങ്ങനെ അവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിതിൻ്റെ പേരൊന്നും പറയാൻ അറിയത്തില്ല, അത്രയ്ക്ക് വെറൈറ്റി സാധനങ്ങളുണ്ട്. നമ്മളൊന്നും കഴിക്കാത്ത സാധനങ്ങളാണ് ഇതായതുകൊണ്ട് നമുക്കൊന്നും ഇതിൻ്റെ പേര് കിട്ടത്തില്ല, അത്രയ്ക്ക് സാധനങ്ങളാണ്. എന്താണിത്? ഇതാണ്ട് ഷെല്ലിനകത്തൊക്കെ നല്ല സാധനമുണ്ട് കേട്ടോ. ഇതിനകത്തെല്ലാം നല്ല ഫ്ലഷ് ആയിരിക്കും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂട്ടുള്ള സാധനങ്ങളൊന്നും അല്ല, ഇതിനകത്തെല്ലാം നല്ല കണ്ടൻ്റ് ഉണ്ടാവും. ഇവരുടെ ഫാമിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. പിന്നെ ഈ കാണുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ കോൺ സൂപ്പാണ്. കോണ് ഉണ്ടല്ലോ, നമ്മുടെ കോൺ എടുത്തിട്ട് അടിച്ച് അതിനകത്ത് പഞ്ചസാരയൊക്കെ ചേർത്ത്, പാലൊക്കെ ചേർത്ത്, വെള്ളമൊക്കെ ഒഴിച്ച് അതിങ്ങനെ ഒരു നല്ലൊരു ജ്യൂസായിട്ട് വരും. ഈ കാണുന്നതെല്ലാം അതേപോലെ ഓരോ ടൈപ്പ് ഇറച്ചികൾ, ഓരോ മസാല ചേർത്ത് ഇങ്ങനെ കമ്പിൽ കോർത്ത് വെച്ചിരിക്കുക. പിന്നെ വെജിറ്റബിൾസും കൂടി ഇവരിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. പല ടൈപ്പ് ബ്രൊക്കോളി, കൂണുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർ വെജിറ്റബിളായിട്ട് ഇങ്ങനെ കമ്പി കോർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചുടാൻ വേണ്ടിയിട്ട്. എല്ലാ ടൈപ്പ് ആളുകളും വരും കേട്ടോ ഇതിനകത്ത്. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും വന്ന് ഇതേ കണക്ക് ഓരോന്ന് മേടിച്ച് കഴിക്കാറുണ്ട് ഇങ്ങനെയുള്ള മാർക്കറ്റുകളിൽ നിന്ന്. ആർക്കും, നമുക്ക് ഇത് കാണുമ്പോൾ ഒരു വല്ലായ്മ ഫീൽ ചെയ്യും, പക്ഷേ ഇവർക്കിത് ഡെയിലി ലൈഫിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അവർക്കതൊരു വലിയ സംഭവമല്ല. ചില കടകളിൽ നിന്നൊക്കെ നമുക്കും മേടിച്ച് കഴിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല സാധനങ്ങളുള്ള കടകളും ഉണ്ട്. പക്ഷേ ചിലയിടത്തോട്ട് നമുക്ക് ഇതിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷയമായിരിക്കും. നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ കിട്ടുന്ന കടകളും ഉണ്ട്. പിന്നെ നമ്മളുടെ പൊറോട്ട പോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പല ടൈപ്പ് ബൺ പൊറോട്ടയൊക്കെ ഇല്ലേ നമ്മുടെ, ആ ടൈപ്പ് പൊറോട്ടയൊക്കെ കിട്ടുന്ന കടകൾ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ പല ടൈപ്പ് കേക്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുന്ന കടകളുണ്ട്. ഇത് കണ്ടോ, ഇതൊരു വീശി പരത്തിയൊരു സാധനമാണ്. നമ്മുടെ പൊറോട്ട പോലെ ഇരിക്കും. പൊറോട്ട പോലെ ഇരിക്കുന്നൊരു സംഭവം. ഇതാണ് ബൺ പൊറോട്ട, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ബൺ പൊറോട്ട.
അത്യാവശ്യം നല്ല സാധനമാണിത്. ഓപ്പൺ ചെയ്ത് അതിനകത്ത് കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല, കാഴ്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. ലൈക്ക് ചെയ്തിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ.